ഹായ് ഫ്രണ്ട്സ്, അതെ ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. വേറെ ഇങ്ങോട്ടല്ല കേട്ടോ, എൻ്റെ വീട്ടിലേക്കാണ്. ഞാൻ കുറേ നാളായിട്ടോ എൻ്റെ വീട്ടിൽ പോയിട്ട്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ചുരിദാറില്ലേ, അത് ഞാൻ തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. അതും ഇപ്പോഴൊന്നും തയ്ച്ചല്ല കേട്ടോ, എൻ്റെ കുഞ്ഞിക്കുറുമ്പിയൊക്കെ ഉണ്ടാവണതിന് മുമ്പ് തയ്ച്ചതാണ്. കുട്ടിക്കുറുമ്പിയൊക്കെ ഉള്ള സമയത്ത് തയ്ച്ചാണ് കേട്ടോ. പക്ഷെ അത് കുറേ നാൾക്ക് ശേഷം ഞാൻ ഇട്ട് നോക്കിയതാണ്. ഇട്ട് നോക്കിയപ്പോൾ എനിക്കിപ്പോഴും പാകമാവണുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞത് വെണ്ടയ്ക്കല്ല, ഉരുളക്കിഴങ്ങും തക്കാളിയാണ് കറി വെച്ചിരിക്കണേന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സർപ്രൈസായിട്ട് ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു പാത്രം തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു മുള്ളൻ വറുത്തതിരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന് കഴിയുമ്പോൾ എല്ലാ പാത്രവും ഇങ്ങനെ തുറന്നു നോക്കും, എന്തൊക്കെയാണ് ഇരിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ പാത്രവും ഇങ്ങനെ തുറന്നു നോക്കും. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ചെല്ലുക, ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആയിരിക്കുക, നമ്മൾ ഇഷ്ടത്തിന് കഴിക്കുക, അതൊക്കെ ഒരു പ്രത്യേക രസമുള്ള കാര്യമല്ലേ. അപ്പോൾ അവിടെ പപ്പടം, മുള്ളൻ വറുത്തത് ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതെല്ലാം ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കുറച്ച് ചിക്കൻ കറിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ, അതും ലെഗ് പീസ് ഒരെണ്ണം എനിക്ക് വേണ്ടിയിട്ട് വറുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതും കൂട്ടി ഞാൻ ചോറൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ പിള്ളേർക്ക് അപ്പച്ചി ചോറ് വാരി കൊടുത്തു, അങ്ങനെ അവരും കഴിച്ചു കേട്ടോ. അതിന് ശേഷം ഈ ചൂലും ഇതെല്ലാം കുഞ്ഞിക്കുറുമ്പിയാണ് കേട്ടോ നിരത്തിയിട്ടത്. അപ്പോൾ എന്നിട്ട് അവളൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ, നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അതിന് ശേഷം കുഞ്ഞിക്കുറുമ്പിനെ ഒന്ന് ഉറക്കിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതാ മുറ്റമല്ല, റോഡിൻ്റെ മുറ്റത്തിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗമാണ് കേട്ടോ. അവിടെ നല്ല ക്ലീനായിട്ട് കിടക്കും. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത് ഒരു കപ്പോളപ്പള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പെരുന്നാളാണ് നാളെ. അപ്പോൾ അത് തന്നെ കൊണ്ട് ഇവിടെ അമ്പ് വരും കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലം ഇവിടെ അമ്പ് വരാറുണ്ട്. അപ്പോൾ അപ്പച്ചി എല്ലാ കൊല്ലം അമ്പ് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം ക്ലീൻ ആക്കണമല്ലോ. അതല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെയൊക്കെ മൊത്തം ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, ഇതാട്ടോ അമ്മ പഠിച്ചു വരുന്ന വീഡിയോ. പിന്നെ ഒരാളും കൂടിയുണ്ട് സഹായിക്കാൻ, അതാണ് നമ്മുടെ കാലിക്കാടുള്ള അമ്മുമ്മ. പിന്നെ രണ്ടുപേരും അടിച്ചു വരാൻ തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരാൻ ഒരാൾ അവിടെ കമ്മയും പിടിച്ചോണ്ട് അങ്ങനെ വാരിയോണ്ട് ഇരിക്കണ്ടിട്ടാ. പിന്നെ ആ റൂട്ടിൻ്റെ അവിടെ വരെ ഇങ്ങനെ കൊണ്ടുപോകണം. ഇതാട്ടോ അടിച്ചു വരുന്ന ഫോട്ടോ. പിന്നെ അമ്മുമ്മ അതെ ഇതും കൊണ്ടട്ടാ അടിച്ചു വരണം. ഇവിടേക്ക് ക്ലീൻ ആയിട്ടാ, ഇനി ഇവിടെയും കൂടി ക്ലീൻ ആവാനുള്ളൂ. വഴി നേരെ ഇങ്ങനെ ഇരിക്കാട്ടാ. പിന്നെ അത് അടിച്ചു വരുന്നൊക്കെ ഈ 2 പേര്. ഞാൻ ഹലോ ഗൈസ്, ഇതാത്ത അമ്മ അടിച്ചു വരുന്നുണ്ട്. ഇത് അങ്ങോട്ടേക്ക് അടിച്ചു വരി കൊണ്ടുപോകണം. അങ്ങോട്ടേക്ക് അടിച്ചു വരി കൊണ്ടുപോകേണ്ട കാര്യത്തിന് അങ്ങോട്ടേക്ക് അടിച്ചു പോകുന്നു. പിന്നെ ഒരാൾ ഇത് അടിച്ചു പോകുന്നു. പിന്നെ കത്തിക്കാൻ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കണതൊക്കെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇത് ഫോൺ മേടിച്ച് പിന്നെ അവളായിരുന്നു കേട്ടോ വീഡിയോ എടുത്തത്. പിന്നെ അവളായിരുന്നു എന്താ പറയുക, ക്യാമറമാനും എല്ലാം. അപ്പോൾ ഈ സാധനം കൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അടിച്ചിട്ട് അങ്ങോട്ട് പോകണ്ടായില്ല. അപ്പോൾ ഞാൻ ആ ചൂലും വെച്ച് അടിക്കാമെന്ന് ഓർത്തപ്പോൾ എന്നോട് അപ്പച്ചി പറഞ്ഞു, അതും വെച്ച് അടിക്കേണ്ട, പൊടി പാറും, അത് കാരണം കൊണ്ട് ഇത് വെച്ച് അടിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ കമ്പി എൻ്റെ കയ്യിൽ തന്നു. പിന്നെ ഞാൻ അത് മൊത്തം വാരിക്കൂട്ടലായിരുന്നു കേട്ടോ. അങ്ങനെ കത്തിക്കൽ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം നല്ല റോഡൊക്കെ നല്ല ക്ലീനായിട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറേ ചെടികളൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചെടികളൊക്കെ നടാമെന്ന് ഓർത്തപ്പോൾ അപ്പച്ചി പറഞ്ഞു ചായ കുടിച്ചിട്ട് നടാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതൊക്കെ അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ ഈ പൂച്ച ഞങ്ങളുടെ വീടിനടുത്ത് അവർ വളർത്തുന്ന പൂച്ചയുണ്ടോ. ഈ പൂച്ചയുടെ കണ്ണ് കണ്ടോ, ഒരു കണ്ണ് നീല, ഒരു കണ്ണ് വേറെ കളർ. അപ്പോൾ ഇങ്ങനത്തെ പൂച്ചേനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ടില്ല. ഈ ഫോട്ടോയിൽ ഓരോരുത്തർ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ നേരിട്ട് കണ്ണ് ആദ്യമായിട്ടാണ് കേട്ടോ. 2 കണ്ണും 2 സൈസിലുള്ള. അപ്പോൾ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിക്കുറുമ്പി എഴുന്നേറ്റു. അങ്ങനെ പിന്നെ 2 പേരും ഊഞ്ഞാലാടലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ വീടിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ. നല്ല രസമാണ് കാണാൻ, മൊത്തം പച്ചപ്പ് ഒക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ രാത്രി നല്ല രസമാണ് കേട്ടോ. കാരണം അപ്പച്ചി പറഞ്ഞു ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ ഇവിടെ ലൈറ്റ്. ഇപ്പോൾ ഇത്രയും നാളും ഞാൻ വന്നപ്പോഴൊക്കെ ഇവിടെ ഇരുട്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായില്ല. ഇപ്പം കുറച്ച് നാളായിട്ട് ഇവിടെ അപ്പച്ചി ഇവിടെ പറഞ്ഞതാണ് കേട്ടോ, ഇവിടുത്തെ പുതിയ മെമ്പറിനോട് പറഞ്ഞ് ഇടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ കൊണ്ട് ഇവിടെ നല്ല വെളിച്ചമാണ് കേട്ടോ.
പിന്നെ ദാ അപ്പച്ചി രണ്ടുപേർക്കും കഥയൊക്കെ വായിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാനും കഥയൊക്കെ കേട്ടിങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.